ഹായ് കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നലെ മുതൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ 20 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇന്നലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കാണണം കേട്ടോ. ബാക്കി നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തിടണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഷോ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അത് എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പം നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒന്ന് വരച്ച് കാണിക്കണം. കണ്ടല്ലോ, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വരയ്ക്കുക. അപ്പോൾ എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. കണ്ടോ, ഇവിടെ നമ്മൾ തീറ്റ അടയാളപ്പെടുത്തുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ എന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടി. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? വെലോസിറ്റി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയല്ലോ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ്? വെലോസിറ്റി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതെല്ലാവരും നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതി പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 ഒബ്ജക്ട്സ് എ ആൻഡ് ബി ആർ ഷോൺ ബിലോ. കണ്ടല്ലോ, 2 ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇത് ടി ആണ്, അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ പൊസിഷനാണ് കേട്ടോ. പൊസിഷനെ നമുക്ക് എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഞാനത് എഴുതാൻ വിട്ടുപോയി. ഓക്കെ, ഇത് ടൈം, ഇത് പൊസിഷൻ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 ഒബ്ജക്ട്സ് എ ആൻഡ് ബി ആർ ഷോൺ ബിലോ. വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് എ ആൻഡ് ബി. ഇപ്പോൾ 2 ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന പൊസിഷൻ ടൈം ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ എ ആണോ കൂടുതൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്, അതോ ബി ആണോ എന്ന് കാണുക. അപ്പോൾ നോക്കിക്കേ, ബിയുടെ ആംഗിൾ എത്രയാണ് നോക്കിക്കേ? 30 ഡിഗ്രിയും എ ടൈം ആക്സിസുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ ബോഡി എ ആണ്. ബോഡി എ ആണ് ആൻസർ. കാരണം എന്താ? എയുടെ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞേ? 60 ഡിഗ്രിയാണ്. സ്ലോപ്പ് കൂടുമ്പോഴേക്കും ചരിവ് കൂടുമ്പോഴേക്കും എന്താണ്? വാല്യൂവും കൂടും. അതായത് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഹയർ ദി സ്ലോപ്പ് ഗ്രേറ്റർ ദി വെലോസിറ്റി. സ്ലോപ്പ് കൂടുമ്പോഴേക്കും എന്തും കൂടും? വെലോസിറ്റിയും കൂടും. അപ്പം ആൻസർ ഏതാണ്? ഈ സ്ലോപ്പ് കൂടുതലായിട്ടുള്ള എയ്ക്കാണ് വെലോസിറ്റി കൂടുതൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് വെലോസിറ്റി. രണ്ടിൻ്റെയും റേഷ്യോ. അപ്പോൾ വി എ ബൈ വി ബി എടുക്കുക. സ്ലോപ്പ് ഓഫ് എ ബൈ സ്ലോപ്പ് ഓഫ് ബി. സ്ലോപ്പ് ഓഫ് എ എത്രയാണ്? ടാൻ 60. സ്ലോപ്പ് ഓഫ് ബി, ബിയുടെ വാല്യൂ കണ്ടായിരുന്നല്ലോ. ബിയുടെ എത്രയാണ്? 30ആണ്. അപ്പം ടാൻ 60 ബൈ ടാൻ 30. അപ്പം √3 ഡിവൈഡഡ് ബൈ 1/√3. വാല്യൂ എത്ര? 3. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് വെലോസിറ്റി എത്ര കിട്ടി? 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതാണ്? നമുക്കറിയാമല്ലോ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇതൊക്കെയാണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? നമ്മൾ മുകളിലേയും താഴോട്ട് ഇടുവാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ 0 ആണ്. ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ജി ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ യുവിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക, എയുടെ സ്ഥാനത്ത് ജി. അപ്പോൾ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ജി ടി. ഓക്കെ, അടുത്തത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്കറിയാം യുവിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക, എയുടെ സ്ഥാനത്ത് ജി ഇട്ട് കൊടുക്കുക. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. അടുത്തത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. യുവിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക, എയുടെ സ്ഥാനത്ത് ജി ഇട്ട് കൊടുക്കുക. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gs. ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആർ ഷോൺ ബിലോ. കേട്ടോ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആർ ഷോൺ ബിലോ. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസ് എന്താണ്? ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് എബവ് ഗ്രാഫ്. ഈ ഗ്രാഫ് വെച്ചുകൊണ്ട്, ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കണം? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അടുത്ത എന്താണ്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ്. 0 to 3 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്? ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസ്. രണ്ടാമത്തെ എന്താ? ഈ ഗ്രാഫിൽ നിന്ന്, ഇത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്, ഇതിൽ നിന്ന് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 0 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആൻസർ നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? ടു ഫൈൻഡ് ദ ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഏതൊരു സമയത്തെയും ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. രണ്ടാമത്തത് വെലോസിറ്റി കണ്ടുപിടിക്കുക. ഇത് രണ്ടുമാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസസ്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസസ് എന്താണ്? ആക്സിലറേഷൻ കണ്ടുപിടിക്കുക, വെലോസിറ്റി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ്. തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേ നോക്കിക്കേ, ഈ ഗ്രാഫിനകത്ത് നോക്കിക്കേ, 0 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെ ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് 3 സെക്കൻഡ് തൊട്ട് 0 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെ കോൺസ്റ്റൻ്റ് ആക്സിലറേഷനാണ്, അതായത് യൂണിഫോം ആക്സിലറേഷനാണ്. ഓക്കെ, ഇപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരും? യൂണിഫോം ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ലോപ്പാണ്. ഇങ്ങനെ യൂണിഫോം ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മളിതിങ്ങനെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്ത് വാല്യൂ ആണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ആക്സിലറേഷൻ്റെ വാല്യൂ 4, ടൈം ഇൻ്റർവൽ എത്രയാണ്? 3. അപ്പോൾ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്യണം? ആക്സിലറേഷനെ ഈ ടൈം ഇൻ്റർവൽ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എത്ര? 3 - 0 3. 3 × 4 എത്ര വരും? 12 ആണ് വെലോസിറ്റിയുടെ വാല്യൂ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനിൽ വെലോസിറ്റിയുടെ വാല്യൂ എന്താണ്? 12 ആണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അവിടുത്തെ വാല്യൂ എത്രയാണ്? 12. ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ആക്സിലറേഷൻ എന്ത് ചെയ്യാണ്? ആക്സിലറേഷൻ പെട്ടെന്ന് തന്നെ 0യിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ അവിടെ വെലോസിറ്റി എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കുറയുകയാണ്. ആക്സിലറേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ ഡീസിലറേഷനാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം? നേരെ തിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, അതേ വാല്യൂ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കുക അല്ലേ? 0 സെക്കൻഡ് വരെ എത്തുമ്പോഴേക്കും 6 സെക്കൻഡ് എത്തുമ്പോഴേക്കും ആക്സിലറേഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കണം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ്. 0 to 3 സെക്കൻഡ് വരെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഏരിയയാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഏത് സമയം തൊട്ടാണ് കണ്ടുപിടിക്കേണ്ടത്? 0 to 3. 0 to 3 വരെ മതി. 0 to 3 വരെ മതി. അപ്പോൾ നമുക്ക് ഈ വാല്യൂവിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ½ BH ആണ്. ½ ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ളത് മാത്രം മതി. എത്രയാണ്? 3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 12. അപ്പോൾ എത്ര കിട്ടും? 18 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. മുകളിലേക്ക് എറിയുന്നു വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇതാണ് ഫിഗർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ് ഫ്രം ദി ഗ്രാഫ്. 20 സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ഫ്രം ദി ഗ്രാഫ്. ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 100. കേട്ടോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 100. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ് ഫ്രം ദി ഗ്രാഫ്. 20 സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിളുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിളുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിളുണ്ട്. ഈ 2 ട്രയാങ്കിളുടെയും കൂടിയുള്ള ഏരിയ എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഡിസ്റ്റൻസ് എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഡിസ്റ്റൻസ് കിട്ടും, ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുത്താൽ മതി. 2 ട്രയാങ്കിൾ വരുന്നുണ്ട്, അപ്പോൾ 2 ½ BH. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ½ BH, 2 × ½ BH, 2 × ½ ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ എടുത്തിട്ട് ഇൻറ്റു ചെയ്യുകയാണല്ലോ. അപ്പോൾ 0 to 10, ഇങ്ങോട്ടാണെങ്കിലും 10 തന്നെയല്ലേ, അപ്പോൾ 10 ആണ് ബേസ്. ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് 100. അപ്പോൾ നമുക്ക് 1000 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇൻറ്റു 2 ചെയ്യുമ്പോൾ 1000 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇനി ആക്സിലറേഷൻ ഓഫ് എന്തുവാണ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ഫ്രം ദി ഗ്രാഫ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മളിതിൻ്റെ സ്ലോപ്പ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതൊരു നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ വാല്യൂവിനകത്തൊരു നെഗറ്റീവ് വരും. 100/10 - 10 m/s². ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കുക. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.